നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 14. അങ്ങനെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വീണ്ടും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടും സെൻസെക്സിന് 77,000 എന്ന ലെവലിന് മുകളിലായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. പിന്നീട് നേരിയ തോതിലാണെങ്കിലും മാർക്കറ്റ് റിക്കവറി രേഖപ്പെടുത്തുവാനായെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് തുടർന്നതിന്റെ ഫലമായിട്ട് കൺസോളിഡേഷനോടുകൂടി 158 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിന് തൊട്ട് താഴെയായിട്ട് 24,052 എന്ന ലെവലിലായിട്ട് നിഫ്റ്റിക്ക് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിൽ നിന്നും 561 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും 669 പോയിന്റുകളും ചോർന്നുപോയി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 834 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടിയും അതേസമയം 2141 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. HCL ടെക്നോളജീസ്, ശ്രീറാം ഫൈനാൻസ്, HDFC ലൈഫ്, ടാറ്റ മോട്ടോഴ്സ്, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടി വന്നപ്പോൾ ഭാരതി എയർടെൽ, അപ്പോളോ ഹോസ്പിറ്റൽസ്, സൺഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറി. സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ മേഖലകളിൽ തന്നെ വീക്ക്നെസ് പ്രകടമായിരുന്നു. നിഫ്റ്റി റിയാലിറ്റിക്ക് 2% ഇടിവ് നേരിട്ടുകൊണ്ട് ബിഗസ്റ്റ് ലൂസിംഗ് സെക്ടറായിട്ട് മാറേണ്ടതായിട്ടും വന്നു. തുടർന്ന് PSU ബാങ്കിന് 1.86%, ഓട്ടോയ്ക്ക് 1.65%, ബാങ്കിന് 1.2%, IT-ക്ക് 1% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ നിഫ്റ്റി ഫാമയ്ക്ക് 1.02% നേട്ടത്തോടുകൂടി ഔട്ട് പെർഫോമിംഗ് സെക്ടറായിട്ട് ഇന്ന് മാറുവാനുമായി. മെറ്റൽ ഇൻഡെക്സിനും 0.6% നേട്ടവും കൈവരിക്കുവാനായി. ബോർഡർ മാർക്കറ്റ്സിലും ശക്തമായ പ്രഷർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.6%, സ്മോൾ ക്യാപ്പിന് 1% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും ഇന്ത്യൻ രൂപയ്ക്ക് $നെതിരെ 58 പൈസയുടെ ഇടിവോടുകൂടി 96.20 എന്ന ലെവലിലേക്കായിട്ട് എത്തിച്ചേരേണ്ടതായിട്ടും വന്നു. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നുവോക്കോ വിസ്താസിന്റെ Q1 ഏർണിംഗ്സുകൾ കാണുകയുണ്ടായി. ബെറ്ററായിട്ട് വന്ന Q1 ഏർണിംഗ്സിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 8% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. തുടർച്ചയായി ഇന്ന് 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും കല്യാൺ ജ്വല്ലേഴ്സിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഉയർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഏകദേശം 50%-ലേറെ നേട്ടം സ്റ്റോക്കിന് കൈവരിക്കുവാനും സാധിച്ചു. ഇതിനെ തുടർന്ന് സ്റ്റോക്കിൽ 18,500 കോടി രൂപയുടെ ക്യാപിറ്റല് ആഡും ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിനു ശേഷം നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. മിനിങ്ങാന്നത്തോടുകൂടി അവസാനിച്ച വീക്കെൻഡ് സമയത്ത് ലോകം മുഴുവൻ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുന്ന കാഴ്ചകളാണ് ലോകത്തിന് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിലും അനുഭവപ്പെട്ടു. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് ചോർന്നു പോയ പോയിന്റുകളൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ആയിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറിമറിയുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം ഇന്നത്തോടുകൂടി ഇത് 3ാമത്തെ ദിനമാണ് തുടർച്ചയായിട്ട് US ഇറാൻ ആക്രമണങ്ങൾ വീണ്ടും അതിശക്തമായി ആരംഭിച്ചതിന് ശേഷം പിന്നിടുകയും ചെയ്തത്. മാത്രമല്ല വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുടെ മുകളിൽ വീണ്ടും എണ്ണ കോരി ഒഴിച്ചുകൊണ്ട് തീപിടിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് വെളുപ്പിനോടുകൂടി വന്ന പ്രഖ്യാപനത്തിലും ഉണ്ടായിരുന്നത്. അതായത് ഹോർമൂസ് പൂർണ്ണമായിട്ടും US പിടിച്ചെടുത്തുകൊണ്ട് അതിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുമെന്നും എന്നാൽ ഇതിന് പകരമായിട്ട് 20% ടോള് US പിരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയതും. ഇതിനെ തുടർന്ന് വീണ്ടും അത് എണ്ണയുടെ വിലയിൽ ശക്തമായ കുതിച്ചുചാട്ടത്തിനും കാരണമാക്കി. യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം അഥവാ ജൂൺ 17 ശേഷം ഇത് ആദ്യമായിട്ടാണ് എണ്ണയുടെ വില $86 മുകളിലേക്ക് ബാരലിന് എത്തിച്ചേർന്നതും. കാരണം യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ഇറാൻ അതിലൂടെ കപ്പലുകൾ കടത്തിവിട്ടെങ്കിലും പിന്നീട് ഫൈനൽ ഡീലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നേരിയ തോതിലുള്ള ഒരു ടോൾ പിരിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നിരുന്നെങ്കിൽ കൂടിയിട്ടും ഇന്ന് വെളുപ്പിനോടുകൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രഖ്യാപനം ഇറാൻ ചാർജ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട തുകയേക്കാളും വളരെ ഉയർന്ന ശതമാനത്തിലുള്ള
അപ്രതീക്ഷിതമായിട്ടൊരു അടിയാണ് ട്രംപ് നടത്തുകയും ചെയ്തത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ചൂടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകവും അതുപോലെ തന്നെ മാർക്കറ്റും ഏകദേശം 4 മാസങ്ങൾ പിന്നിടുമ്പോൾ അഡ്ജസ്റ്റ് ആയെങ്കിലും ഹോർമോസിലൂടെയുള്ള കപ്പലുകളുടെ സുഗമമായിട്ടുള്ള കടന്നുപോക്കിനേറ്റ തിരിച്ചടിയും കൂടാതെ എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവും ഇതിന്റെയൊക്കെ പ്രതിഫലനം എന്ന രീതിയിൽ ഇന്നലെ US മാർക്കറ്റിൽ ഇരു ഇൻഡെക്സുകളും നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചതും. മാത്രമല്ല ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട ശക്തമായ വീക്ക്നെസ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും ശക്തമായ ബൈയിങ് തുടരുകയും ചെയ്തു. തൽഫലമായി വീക്ക്ലി ബേസിസിൽ 4000 ചില്ലറ കോടിക്ക് മുകളിൽ അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് നടത്തിയെങ്കിലും ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായിരുന്ന ഇന്നലെ വീണ്ടും 3062.27 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിയത് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന്റെ ആത്മവിശ്വാസത്തെ ശക്തമായി തന്നെ വീക്കൻ ചെയ്യുവാനും ഇടയാക്കി. പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളും എണ്ണയുടെ നിലവിലുള്ള വർദ്ധിച്ചു വരുന്ന വിലയും നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യ വിക്സിൽ 4% അനുഭവപ്പെട്ട ഉയർച്ചയും മാത്രമല്ല ക്ലോസിംഗ് ബേസിസിലും 3.54% ഉയർച്ചയോടുകൂടി 13.75 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. മാത്രമല്ല ഇന്ന് നിഫ്റ്റിയുടെ ഈ കലണ്ടർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. ആയതിനാൽ തന്നെ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവല് ഹ്യൂജ് പുട്ട് റൈറ്റിംഗ് ആയിരുന്നു ഇന്നലെ മുതൽ കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ആയതിനാൽ തന്നെ ഇത്രയൊക്കെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇന്ന് മാർക്കറ്റ് നിലനിന്നിരുന്നെങ്കിൽ കൂടിയിട്ടും ഇന്ന് ബുൾസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിനെ തുടർന്ന് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഒരിക്കൽ പോലും നിഫ്റ്റിക്ക് ഇത്രയേറെ ദുർബലത മാർക്കറ്റിൽ ഉണ്ടായെങ്കിൽ പോലും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നതുമില്ല. കൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 58 പൈസയുടെ ഇടിവും മാർക്കറ്റിന് സാരമായ രീതിയിൽ തന്നെ ക്ഷീണമേൽപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇനിയും ഗ്ലോബൽ മാർക്കറ്റിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളും ഹോർമോസിലുള്ള പ്രശ്നങ്ങളും മൂലം സിറ്റുവേഷൻസ് ഒക്കെ മോശമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയ ഒരു ചെറുത്തുനിൽപ്പ് നാളെ നടത്തണമെന്നുമില്ല. കാരണം ഇന്നത്തോടുകൂടി നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്കിലി കോൺട്രാക്ട്സിലേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലത്തേതുപോലെ തന്നെ 100 പോയിന്റുകൾക്ക് താഴെയുള്ള ഇടിവിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.5% നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നേട്ടത്തിലുമാണ്. എങ്കിലും ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ത്യ, തായ്വാൻ, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 4.62%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 3.45% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില 87.11 എന്ന ലെവലിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $80.75 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 0.5% അടുത്ത് ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. 4,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് $4,16.64 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. PC ജ്വല്ലർ ജൂലൈ 16 ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് സമാഹരിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ദാംപൂർ ബയോ ഓർഗാനിക്സ് Q1 റിസൾട്ടില് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് കമ്പനിയുടെ റവന്യൂവില് 8.2% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 533 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിലെ പോലെ തന്നെ ഇത്തവണയും നെറ്റ് ലോസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തതും. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 14 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ ലോസ് നേരിയ തോതിൽ കുറച്ചുകൊണ്ട് 13.75 കോടി രൂപയായിട്ടാണ് നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തതും. CG പവർ 24 ചേരുന്ന ബോർഡ് മീറ്റിംഗിന് ശേഷം Q1 ഏർണിംഗ്സുകൾ കമ്പനി പ്രസിദ്ധീകരിക്കും. ഗോദാവരി പവർ ഗ്യാസ് വിതരണ പ്രശ്നങ്ങൾ കാരണം ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിൽത്താര ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഫേസ് 11 സ്ഥിതി ചെയ്യുന്ന കമ്പനിയുടെ 2 മെട്രിക് ടൺ പെർ ആനം ഇരുമ്പയിര് പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. ജൂബിലന്റ് ഫുഡ് വർക്ക്സ്
469.1 കോടി രൂപയുടെ GST ആവശ്യപ്പെട്ടുകൊണ്ട് GST വകുപ്പിൽ നിന്ന് ഷോക്കോസ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. ബിക്കാജി ഫുഡ്സ് ഓഗസ്റ്റ് 5-ന് ബോർഡ് മീറ്റിംഗ് ചേർന്നുകൊണ്ട് കമ്പനി അതിന്റെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. കെർണക്സ് മൈക്രോ സിസ്റ്റംസ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് 100.5 കോടി രൂപയുടെ ഓർഡർ കവചുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിക്ക് ലഭിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് രാജസ്ഥാൻ സർക്കാരിൽ നിന്നും BEL-ൽ നിന്നും PFC-ൽ നിന്നുമായിട്ട് മൊത്തത്തില് 501 കോടി രൂപയുടെ പുതിയ കരാറുകൾ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.